ഹേയ് ഗായ്സ്! ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട് ട്ടോ. നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഒരുപാട് നാൾക്ക് ശേഷം ഞാനെടുത്തൊരു വീഡിയോ ആണിത്. ചാനലൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കാം. രാത്രിക്കലത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ രാത്രിക്കുള്ള ചോറ് കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ കക്ക റോസ്റ്റ് ഒന്ന് ചൂടാക്കി, മീൻകറി ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. തോരനും എല്ലാം രാവിലത്തെ കാര്യങ്ങളൊക്കെ ചൂടാക്കി വെച്ചു. പിന്നെ ഉച്ചയ്ക്ക് വറുത്ത സീഡി മുള്ളനും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഡിന്നറിനുള്ള ഐറ്റംസ്. ഇത് നമുക്ക് പിറ്റേ ദിവസം കഞ്ഞിക്കുള്ള ഉപ്പേരി ഒന്ന് ഞാൻ അരിഞ്ഞ് വെക്കാമെന്ന് കരുതിയിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് നമ്മുടെ ചെറിയ അനിയൻ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്നൊക്കെ ഫ്രിഡ്ജിൽ തിരയണം. അവൻ ചോറുണ്ണാന്ന് വെച്ചിട്ട് പ്ലേറ്റൊക്കെ എടുത്തപ്പോഴാണ് ചോറ് ഞാൻ കുക്കറിലാണ് ഗൈസ് തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു വെയിറ്റ് ചെയ്യ്, നമുക്ക് ചിക്കൻ നഗ്ഗറ്റ്സ് എന്തെങ്കിലും വറുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ നഗ്ഗറ്റ്സ് വറുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേനും വേദു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ട് അവൻ ഇങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ചിക്കൻ നഗ്ഗറ്റ്സ് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അരിയൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ വൈകിക്കേണ്ട, വേഗം ചോറ് വാർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൽ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് വാർക്കലും അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ട് ചോറൊക്കെ വാർത്തു. അപ്പോൾ ദേ അരിയൽ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഏരിയ വേഗം തന്നെ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ അരിയലൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് അരിഞ്ഞതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. നാളേക്ക് എടുക്കാനുള്ളതാണല്ലോ. അപ്പോഴത്തേനും ചിക്കൻ നഗറ്റ്സൊക്കെ ഒരുവിധം വറുത്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ ഇതും വേദും ഇങ്ങനെ ഇടയ്ക്ക് കിച്ചണിൽ വന്ന് വിസിറ്റ് നടത്തും ട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നായിരുന്നു. അപ്പോൾ എന്തോ ഐസ്ക്രീം മേടിച്ചത് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴത്തേനും ഇവർ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ട്രിപ്പും കൂടി ചിക്കൻ നഗറ്റ്സ് വറുക്കാനിട്ടു. പിന്നെ ദേ ഇക്കച്ചി എനിക്ക് ബർത്ത്ഡേക്ക് തന്ന ഫ്ലവേഴ്സാണിത്. ഇത് ഞാനൊരു കുപ്പിയിൽ ഇങ്ങനെ ആക്കി വെച്ചായിരുന്നു ട്ടോ. റൂമിലൊന്നും വെക്കാൻ പറ്റില്ല. അതാണ് ഞാൻ കിച്ചണിൽ വെച്ചിരുന്നത്. അതാവുമ്പോഴേ എനിക്കെന്നും കാണാമല്ലോ. പിന്നെ തണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് എനിക്ക് പൂ കളയാൻ ഭയങ്കര വിഷമമായിരുന്നു ട്ടോ. ഈ ഇടെയായിട്ട് എനിക്ക് റെഡ് റോസസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ കുപ്പിയൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ അത് കഴുകാനുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ പാത്രം കഴുകുന്ന സാധനം അതിലിട്ട് പപ്പടക്കോലൊക്കെ വെച്ചിട്ടാണ് ട്ടോ കഴുകുന്നത് ഗൈസ്. അപ്പോൾ ദേ അതൊക്കെ ഞാൻ കഴുകി നീറ്റാക്കി അതിൻ്റെ കുപ്പിയൊക്കെ ഇരുന്നോടെ തന്നെ ഞാൻ നീറ്റാക്കി വെച്ചു. നേതു ബേബി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം മേടിച്ച് കുടിക്കും ട്ടോ. അത് തൈരുണ്ടാക്കാനുള്ള പാലെടുത്ത് വെച്ചിരിക്കുകയാണ് അമ്മ. പിന്നെ ദാ ചെറിയ അനിയൻ വന്നിട്ട് അമ്മ ഉണ്ടാക്കിയ പഴംപ്രഥമൻ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ കൊടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് വേദു വന്ന് ക്യാമറയിൽ നല്ല കളി. അപ്പോൾ അവനെ പിടിച്ച് ചീത്ത പറഞ്ഞ് പോകാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നുണ്ടായില്ല. അവൻ പിന്നെ അമ്മീനെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവൻ ആ വ്യാജേന അവിടെ നിന്നു. കുറച്ചൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു ട്ടോ. പിന്നെ ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇതൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഞാൻ വിയർത്തൊരു വിധമായിട്ടുണ്ടായിരുന്നു. ഞാനിവിടുന്ന് നേരെ എൻ്റെ റൂമിലേക്കാണ് പോണത്. റൂമിൽ പോയി കുറച്ച് നേരം ആശ്വാസമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഗൈസ് എൻ്റെ തുണികളൊക്കെ ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ മടക്കി വെക്കണം. എല്ലാവരുടെയും സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്ന ഈ ടൈമിലാണ് ഇനി ഇവങ്ങൾക്ക് ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇവന്മാർ രണ്ടുപേരും പിടിച്ച് റൂമിൽ കയറ്റണം. അതൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് മടക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇത്രയും വീഡിയോ ഒക്കെ മതി. എല്ലാം കൂടി കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം.